ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ക്യാരറ്റ് കൊണ്ടുള്ള ഒരു പുഡിംഗ്. നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ്, പാല്, ചൈനാഗ്രാസ്, ഇത് ഞാൻ നട്ട്സ് പൊടിച്ചു വെച്ചതാണ്, പിസ്ത, കാഷ്യൂനട്ട്, ബദാം പൊടിച്ചു വെച്ചതാണ്, ആവശ്യത്തിന് പഞ്ചസാര, തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, കണ്ടൻസ്ഡ് മിൽക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ഈ ചൈനാഗ്രാസിനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികം നേരമൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അത്രയും സമയം നമുക്ക് ഇത് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോഴേക്കും ഇത് സോഫ്റ്റായി കിട്ടും. ഇത് മാറ്റി വയ്ക്കാം. ഇനി ക്യാരറ്റ് നമുക്ക് ജാറിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ജ്യൂസാക്കി എടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഞാൻ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളയ്ക്കാൻ വെക്കാം. പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 കപ്പ് പാലുണ്ട്. 2 കപ്പ് പാല് നല്ലവണ്ണം തിളച്ച് കിട്ടണം. അതേസമയം തന്നെ നമുക്ക് വേറൊരടുപ്പിൽ ചൈനാഗ്രാസ് കൂടെ അലിയിപ്പിച്ചെടുക്കണം. അതുകൂടെ ഇട്ട് കൊടുക്കാം. അതും പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മെൽറ്റായി കിട്ടും. ഇനി ഇത് രണ്ടും പാല് നല്ലവണ്ണം തിളച്ച് കിട്ടണം. കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, ക്യാരറ്റും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നാല് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിവാക്കാൻ പാടില്ല. കണ്ടൻസ്ഡ് മിൽക്കാണ് ഈ പുഡിങ്ങിന് അത്യാവശ്യമായിട്ടുള്ളത്. പഞ്ചസാര ഒഴിവാക്കിയാലും കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ഒഴിക്കുന്നതാണ് ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ്. ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക. എന്നിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് അതുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് പഞ്ചസാര കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വിചാരിച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ക്യാരറ്റ് നമുക്ക് അരച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കഷ്ണങ്ങൾ കടിച്ചാലും ടേസ്റ്റാണ്, പക്ഷെ വെന്തിട്ടുണ്ടാവില്ലല്ലോ. നമ്മളിപ്പോൾ ഇത് തിളക്കാൻ വിടുന്നില്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നട്ട്സ് ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൂടാതെ തേങ്ങ, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, അതും ഒരു 2 ടേബിൾ സ്പൂൺ. എല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ചൈനാഗ്രാസ് കൂടെ ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. സ്ട്രെയിനറിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാം. ഈ ചൈനാഗ്രാസ് കൂടെ ഈ പാലിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൽ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് ഒന്ന് പുറത്ത് വെച്ചൊന്ന് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്ത് തന്നെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. എന്തായാലും ഇത് സെറ്റായി കിട്ടും. ഒന്നിക്കൽ ഇതിൻ്റെ ചൂടോടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലൊന്ന് സെറ്റായി കിട്ടട്ടെ. ഇവിടെ നമ്മുടെ ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എനിക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷിങ് ചെയ്യാം. അതിന് ഞാനിവിടെ ചെറുതായി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് വെക്കാം. നമുക്ക് ഗാർണിഷിങ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ബാക്കി ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെറ്റ് ഞാനവിടെ ഗാർണിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഗാർണിഷിംഗ് ചെയ്യാം. നമുക്കിത് കഴിച്ചോക്കാം.